Hello students, today we are discussing the topics span of management and delegation of authority. First topic is span of management. It is also known as span of control. Span of management refers to the number of subordinates who can be managed efficiently by a superior. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ ഒരു മാനേജറിൻ്റെ അണ്ടറിൽ ധാരാളം സബോർഡിനേറ്റ്സ് ഉണ്ടാവും. അത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ 10 പേരെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 50 ആവാം, ചിലപ്പോൾ 100 ആവാം. പക്ഷേ അവിടെ ഒരു പ്രോബ്ലം ഉള്ളത് അയാൾക്ക് എത്ര പേരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഒരു ഓർഗനൈസേഷനിൽ ഒരു മാനേജർക്ക് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സബോർഡിനേറ്റ്സിൻ്റെ എണ്ണത്തിനെയാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. If the number of subordinate under a manager is too large, it will be difficult for effective control and accomplishment of the task. If it is too small, abilities of the manager will not be utilized in full extent. സോ ആ മാനേജർക്ക് കൺട്രോൾ പറ്റുന്നതിനെക്കാട്ടിലും കൂടുതൽ സബോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഗോൾ അച്ചീവ് ചെയ്യാനും പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ അത് കുറവാണെങ്കിൽ, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിലും കുറവാണെങ്കിൽ നമുക്ക് ആ മാനേജറിൻ്റെ സ്കില്ല് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റില്ല. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ധാരാളം ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. First one is capacity of superior. If the manager have the skill and abilities like leadership skill, communication skill, decision making skill, controlling skill, etc., he can manage more number of subordinates. ആ ഓർഗനൈസേഷനിലെ മാനേജറിൻ്റെ മാനേജർക്ക് നല്ല ലീഡർഷിപ്പ് സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഡിസിഷൻ മേക്കിംഗ് സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിൽ ആ മാനേജർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ആൾക്കാരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമായിട്ട് പറ്റും. Second one is capacity of subordinates. A trained, efficient and experienced subordinate can function without much help from the superior. They only want to get guidelines to perform duties. നല്ല എക്സ്പീരിയൻസും ട്രെയിനിങ്ങും അതുപോലെ തന്നെ എഫിഷ്യൻറ്റും ആയിട്ടുള്ള സബോർഡിനേറ്റ്സ് ആണ് ആ ഓർഗനൈസേഷനിലുള്ളതിൽ ആ മാനേജർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ എല്ലാവരെയും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അവർ തന്നെ എല്ലാം ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്യാൻ സാധിക്കും. ഒരു ജനറൽ ഗൈഡ് ലൈൻസ് മാത്രം ആ മാനേജർ സബോർഡിനേറ്റ്സിന് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിലും അവിടെ മാനേജറിൻ്റെ സ്പാൻ ഓഫ് കൺട്രോൾ ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ്, നേച്ചർ ഓഫ് വർക്ക്. If subordinates perform similar works, supervisors requires less attention. So, span of management may be wider. Frequent changes in work requires more time for supervision because detailed instructions are to be given. ഇപ്പോൾ ഓർഗനൈസേഷനിലത്തെ വർക്ക് എങ്ങനെയാണ്, എംപ്ലോയീസിന് ഒരേപോലത്തെ വർക്കാണ് എല്ലാ ദിവസവും ചെയ്യാനുള്ളതെങ്കിൽ കൂടുതൽ ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ തന്നെ ഒരു ദിവസം പഠിച്ച വർക്ക് പിറ്റേ ദിവസം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളൂ. ഒരു ചെറിയൊരു അറ്റൻഷൻ മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അവിടെ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് കൂടും. പക്ഷേ ഫ്രീക്വൻ്റ് ആയിട്ട് അവരുടെ വർക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് ആ മാനേജർ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് കുറവായിരിക്കും. നെക്സ്റ്റ്, ഡിഗ്രി ഓഫ് ഡീസെൻട്രലൈസേഷൻ. Higher the degree of decentralization, the span of management is wider. The subordinates will take action and work because the authority is delegated to them. ഡീസെൻട്രലൈസേഷൻ ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ സബോർഡിനേറ്റ്സിനായിരിക്കും അവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ പറ്റുക. സോ എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നടക്കും. അപ്പോൾ അവർക്ക് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ സെൻട്രലൈസേഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർ മാനേജറുമായിട്ട് കൺസൾട്ട് ചെയ്യണം. ചിലപ്പോൾ മാനേജർ ടോപ്പ് ലെവലുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ടൈം എടുക്കും. അതുപോലെ തന്നെ എല്ലാം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴും എംപ്ലോയീസ് എന്ത് ചെയ്യും, മാനേജറിൻ്റെ അടുത്തേക്ക് വരും. സോ അവിടെ കൺട്രോളിങ് ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ ഡീസെൻട്രലൈസേഷൻ ഉണ്ടെങ്കിൽ അവർ തന്നെ തീരുമാനങ്ങൾ എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അവിടെ കൺട്രോളിങ്ങും സ്പാൻ ഓഫ് മാനേജ്മെൻറ്റും ഒക്കെ കൂടുതലായിരിക്കും. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. Face to face communication will take more time. So the span of control is narrow. If modern electronic devices are used for communication, lesser time is required. So span of management may be wider. സോ ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എങ്ങനെയാണോ അതും സ്പാൻ ഓഫ് കൺട്രോളിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ മാനേജർ ഓരോരുത്തരെയും കണ്ടിട്ട് സംസാരിക്കേണ്ടി വരും. സോ അത്
സ്പാൻ ഓഫ് കൺട്രോളിനെ ബാധിക്കും, അവിടെ സ്പാൻ ഓഫ് കൺട്രോൾ കുറവായിരിക്കും. പക്ഷേ നമുക്കറിയാം പല ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഓരോരുത്തരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് എല്ലാവരെയും തന്നെ കൂടുതൽ ആൾക്കാരെ ആ മാനേജർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. Last one is assistance of experts. The staff experts can provide guidance and advice to subordinates. So the managers can get more time. So the span of management can be increased. സോ ആ ഓർഗനൈസേഷനിൽ കുറച്ച് സ്റ്റാഫായിട്ട് എക്സ്പേർട്സ് ഉണ്ടെങ്കിൽ അവരും കുറച്ച് ഗൈഡ് ലൈൻസും അസിസ്റ്റൻസും ഒക്കെ സബോർഡിനേറ്റ്സിന് കൊടുക്കും. അങ്ങനെ അവിടെയും ആ മാനേജറിൻ്റെ സ്പാൻ ഓഫ് കൺട്രോൾ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ടോപ്പിക്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. It is the downward transfer of formal authority from one person to another. Superiors delegate authority to subordinates to facilitate the accomplishment of assigned work. നമുക്കറിയാം ഓർഗനൈസേഷനിൽ അതോറിറ്റി എല്ലാം ടോപ്പ് ലെവലിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ലാർജ് ഓർഗനൈസേഷനിലൊക്കെ ഇങ്ങനെ അതോറിറ്റി ടോപ്പ് ലെവലിൻ്റെ കയ്യിൽ മാത്രമാകുമ്പോൾ എല്ലാ വർക്കും കൃത്യമായിട്ട് നടക്കണമെന്നില്ല. സോ അങ്ങനെ ഓരോ വർക്ക് കൃത്യമായിട്ട് നടക്കാൻ വേണ്ടി അവർ താഴെയുള്ള സബോർഡിനേറ്റ്സിന് കുറച്ച് അതോറിറ്റി കൊടുക്കും. അതിനെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് മാനേജീരിയൽ പ്രാക്ടീസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് ബൈ ഷെയറിങ് അതോറിറ്റി വിത്ത് ദം. മറ്റുള്ളവർക്ക് അതോറിറ്റി കൊടുത്ത് അതിലൂടെ ഓരോ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു മാനേജീരിയൽ പ്രാക്ടീസാണിത്. നെക്സ്റ്റ്, ഡെഫിനിഷൻ ഓഫ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അക്കോർഡിംഗ് ടു ഹൈമാൻ, delegation of authority merely means granting of authority to subordinates to operate within prescribed limits. ഒരു ലിമിറ്റിനുള്ളിൽ സബോർഡിനേറ്റ്സിനെ യൂസ് ചെയ്യാൻ വേണ്ടി അതോറിറ്റി സുപ്പീരിയേഴ്സ് കൊടുക്കുന്നതിനെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. സോ അവിടെ ഒരു ലിമിറ്റ് ഉണ്ടാവും. അവർക്ക് അതോറിറ്റി കിട്ടിയാലും ആ ലിമിറ്റിനപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ്, എലമെൻറ്റ്സ് ഓർ പ്രോസസ് ഓഫ് ഡെലിഗേഷൻ. First one is responsibility. Responsibility means the work assigned to an individual. It includes all the physical and mental activities to be performed by the employees at a particular job position. So responsibility എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് എന്ത് വർക്കാണോ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അത് ചെയ്യുകയാണ് അയാളുടെ റെസ്പോൺസിബിലിറ്റി. അതിൽ അയാൾ ആ ജോബ് പൊസിഷനിലുള്ള എല്ലാ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആണ്. The process of delegation begins when a manager passes on some of his responsibilities to his subordinates, which means responsibility can be delegated. സോ ഡെലിഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മാനേജർ അയാളുടെ കുറച്ച് റെസ്പോൺസിബിലിറ്റി അവരുടെ സബോർഡിനേറ്റ്സിന് കൊടുക്കുമ്പോഴാണ്. സോ നമുക്ക് പറയാം റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റും, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. സെക്കൻഡ് വൺ ഈസ് അതോറിറ്റി. അതോറിറ്റി മീൻസ് പവർ ടു ടേക്ക് ഡിസിഷൻ. തീരുമാനങ്ങൾ എടുക്കാനോ അത് നടപ്പിലാക്കാനൊക്കെ ഉള്ള പവറിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ടു ക്യാരി ഓൺ ദി റെസ്പോൺസിബിലിറ്റീസ് എവരി എംപ്ലോയി നീഡ് ടു ഹാവ് സം അതോറിറ്റി. സോ വെൻ മാനേജേഴ്സ് ആർ പാസിംഗ് ദെയർ റെസ്പോൺസിബിലിറ്റീസ് ടു ദി സബോർഡിനേറ്റ്സ് ദേ ഓൾസോ പാസ് സം ഓഫ് ദി അതോറിറ്റി ടു ദി സബോർഡിനേറ്റ്സ്. സോ നമ്മൾ പറഞ്ഞു ആദ്യം റെസ്പോൺസിബിലിറ്റി മാനേജർ അയാളുടെ റെസ്പോൺസിബിലിറ്റി സബോർഡിനേറ്റിന് കൊടുക്കുന്നുണ്ട്. സോ അത് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് അതോറിറ്റിയും കൂടെ സബോർഡിനേറ്റ്സിന് കൊടുക്കണം. ദി ഡെലിഗേറ്റിംഗ് അതോറിറ്റി ഈസ് ദി സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ഓർഗനൈസിംഗ് പ്രോസസ്. While sharing the authority, managers keep in mind that the authority matching to the responsibility should only be delegated. They shall not pass all their authority to their subordinates. സോ അവിടെ മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മാനേജറിൻ്റെ അതോറിറ്റി മൊത്തം ആ സബോർഡിനേറ്റ്സിന് കൊടുക്കരുത്. ആ ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ ആവശ്യമായ അത്രയും അതോറിറ്റിയെ കൊടുക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് അതോറിറ്റി. പ്രധാനമായിട്ടും 5 ടൈപ്പ് ഓഫ് അതോറിറ്റിയാണുള്ളത്. അതിൽ ഫസ്റ്റ് കൊണ്ടാണ് ലീഗൽ അതോറിറ്റി. ഇറ്റ് ഈസ് ദി അതോറിറ്റി പാസ്ഡ് ബൈ ലോ ഓർ ബൈ സോഷ്യൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രൊട്ടക്റ്റഡ് ബൈ ലോ. നിയമപരമായിട്ട് ഒരാൾക്ക് കിട്ടുന്ന അതോറിറ്റിയാണ് എന്ത്, ലീഗൽ അതോറിറ്റി. എക്സാമ്പിളായിട്ട് പോലീസിനൊക്കെ ലീഗലിയാണ് അതോറിറ്റി കിട്ടുന്നത്. സെക്കൻഡ് വണ്ണാണ് ട്രഡീഷണൽ അതോറിറ്റി. ഇറ്റ് ഈസ് ദി അതോറിറ്റി പാസ്ഡ് ഫ്രം ഫാദർ ടു സൺ. അച്ഛനിൽ നിന്ന് മകനിലേക്ക് കൈമാറ്റം ചെയ്യുന്ന അതോറിറ്റി. ഫോർ എക്സാമ്പിളായിട്ട് പണ്ടൊക്കെ രാജാവ് മരിക്കുമ്പോൾ രാജാവിൻ്റെ മകനായിരിക്കും വീണ്ടും രാജാവാകുന്നത്. അവിടെ കൈമാറ്റം ചെയ്യുന്നത് ഫാദർ ടു സൺ എന്ന രീതിയിലാണ്. ദെൻ തേർഡ് വണ്ണാണ് കരിസ്മാറ്റിക് അതോറിറ്റി. ഇറ്റ് ഈസ് ആൻ അതോറിറ്റി ബേസ്ഡ് ഓൺ ദി സ്പെഷ്യൽ പേഴ്സണൽ ക്വാളിറ്റീസ് ഓഫ് ദി പേഴ്സൺ.
ഒരാളുടെ പേഴ്സണൽ ക്വാളിറ്റീസിനെ ബേസ് ചെയ്തിട്ട് അയാൾക്ക് കിട്ടുന്ന ഒരു അതോറിറ്റി. എക്സാമ്പിളാണ് പൊളിറ്റിക്കൽ ലീഡേഴ്സ്. അവരുടെ ഒരു ക്വാളിറ്റീസ് അനുസരിച്ചിട്ടാണ് അവർക്ക് അതോറിറ്റി കിട്ടുന്നത്. ദെൻ ഫോർത്ത് വണ്ണാണ് ടെക്നിക്കൽ അതോറിറ്റി. അക്സെപ്റ്റ് ഓർഡേഴ്സ് ഫ്രം എ കോമ്പീറ്റൻ്റ് ആൻഡ് ടെക്നിക്കലി ക്വാളിഫൈഡ് പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ. സോ ടെക്നിക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ടെക്നിക്കൽ സ്കില്ലിനെ ബേസ് ചെയ്ത് അയാൾക്ക് കിട്ടുന്ന അതോറിറ്റി. ഫോർ എക്സാമ്പിളാണ് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അതേപോലെ അനുസരിക്കും. സോ അത് അവരുടെ ടെക്നിക്കൽ സ്കില്ലിനെ ബേസ് ചെയ്തിട്ടാണ്. ലാസ്റ്റ് വണ്ണാണ് പൊസിഷൻ അതോറിറ്റി. The authority is institutional and is based on the position enjoyed by a person in the organization. So പൊസിഷൻ അതോറിറ്റി ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഓർഗനൈസേഷനിലെ ഒരു പൊസിഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ അവരെ ഒബേ ചെയ്യും. അതിനെയാണ് പൊസിഷൻ അതോറിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് മാനേജർക്ക് എന്തുണ്ടാവും, ഒരു ഓർഗനൈസേഷന് സ്വാഭാവികമായിട്ടും അതോറിറ്റീസ് ഉണ്ടാവും. സോ ഇത്രയാണ് ടൈപ്സ് ഓഫ് അതോറിറ്റി. ലാസ്റ്റ് എലമെൻറ്റ് ഓർ പ്രോസസ് ഓഫ് ഡെലിഗേഷൻ ഈസ് അക്കൗണ്ടബിലിറ്റി. To make sure that the employees or subordinates perform their responsibilities in their expected manner, the accountability is created. നമ്മൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിൽ ആദ്യം റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നു, ദെൻ അത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ അവർ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ടബിലിറ്റി അവസാനമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അക്കൗണ്ടബിലിറ്റി മീൻസ് സബോർഡിനേറ്റ്സ് വിൽ ബി ആൻസറബിൾ ഫോർ ദി നോൺ കംപ്ലീഷൻ ഓഫ് ദി ടാസ്ക്. ക്രിയേറ്റിംഗ് അക്കൗണ്ടബിലിറ്റി ഈസ് ദി തേർഡ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഓഫ് ഡെലിഗേഷൻ പ്രോസസ്. സോ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ടാസ്ക് ആ എംപ്ലോയി കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരായിരിക്കും ആൻസറബിൾ. അതിന് ഉത്തരം അവർ തന്നെ പറയേണ്ടി വരും. സാധാരണ രീതിയിൽ ആ മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ആ എംപ്ലോയിക്ക് കൊടുക്കുന്നത്, അതിനാവശ്യമായിട്ടുള്ള അതോറിറ്റിയും കൊടുക്കുന്നുണ്ട്. സോ അത് മാത്രം പോരാ, അക്കൗണ്ടബിലിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ കൃത്യമായിട്ടത് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് മാനേജറിൻ്റെ ഡിഫോൾട്ട് ആവും എന്ന് കരുതിയിട്ട് ചിലപ്പോൾ ആ എംപ്ലോയി അല്ലെങ്കിൽ സബോർഡിനേറ്റ് പെർഫോം ചെയ്യുന്നില്ല. സോ അവിടെ ഒരു അക്കൗണ്ടബിലിറ്റിയും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിലെ ലാസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലിഗേഷൻ. First one is principle of result expected. The duties or functions should be assigned to subordinates in terms of result expected. The superior must state what he expects, when he expects it to be done, and by whom. So principle of result expected പറയുന്നത് നമ്മൾ ഒരു ഓർഗനൈസേഷന് സബോർഡിനേറ്റ്സിന് ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അത് നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു ടേംസിലാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എപ്പോഴത്തേക്കാണ്, ആരാണത് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതനുസരിച്ചിട്ട് വേണം ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കാൻ. സെക്കൻഡ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഫങ്ഷണൽ ഡെഫിനിഷൻ. The function to be performed and the methods of operation must be clearly and precisely defined. സോ ആ എന്ത് ഫങ്ഷനാണ് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ അതിന് യൂസ് ചെയ്യേണ്ട മെത്തേഡ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണമെങ്കിൽ മാത്രമേ അത് സബോർഡിനേറ്റ്സിന് മനസ്സിലാക്കി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഇസ് പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇഫ് ദി സബോർഡിനേറ്റ് ഈസ് അസൈൻഡ് സെർട്ടൻ റെസ്പോൺസിബിലിറ്റി, he must be given some level of authority, that is power to perform his responsibility. നമ്മൾ സബോർഡിനേറ്റിന് റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ അത് ക്യാരി ഔട്ട് ചെയ്യാനുള്ള അതോറിറ്റിയും കൂടെ കൃത്യമായിട്ട് കൊടുക്കണം. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഇറ്റ് മീൻസ് ദാറ്റ് ഈച്ച് സബോർഡിനേറ്റ് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ഓൺലി വൺ സുപ്പീരിയർ ഓർ എവറി സബോർഡിനേറ്റ് ഷുഡ് ബി അക്കൗണ്ടബിൾ ടു വൺ സുപ്പീരിയർ ഓൺലി. സോ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർ അക്കൗണ്ടബിൾ ആവേണ്ടത് ഒരു സുപ്പീരിയറിൻ്റെ അടുത്ത് മാത്രമായിരിക്കണം. ഒന്നിലധികം സുപ്പീരിയറിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. സോ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് ചെയ്തൊന്നും വരില്ല. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ആബ്സല്യൂട്ട്നെസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ദിസ് പ്രിൻസിപ്പിൾ അസൈഡ്സ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി cannot be delegated. This means even after delegating the authority to the subordinate to perform certain tasks on the manager's behalf, the manager will solely responsible for the doings of the subordinate. നമുക്കറിയാം ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിൽ റെസ്പോൺസിബിലിറ്റി സബോർഡിനേറ്റിന് മാനേജർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ട് ആക്ച്വലി ആ റെസ്പോൺസിബിലിറ്റി മാനേജറിൻ്റെ അടുത്ത് തന്നെയായിരിക്കും. ഇപ്പോൾ സബോർഡിനേറ്റ് അത് ചെയ്തില്ലെങ്കിൽ ശരിക്കും റെസ്പോൺസിബിൾ ആവുക മാനേജർ ആയിരിക്കും. കാരണം മാനേജർക്കായിരുന്നു ആ റെസ്പോൺസിബിലിറ്റി, അയാൾ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് ദി സ്കേലാർ പ്രിൻസിപ്പിൾ.
There are clear lines of authority in the organization. This helps the subordinate to know who delegates the authority to him and to whom he shall be accountable. സോ സ്കെയിലർ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഒരു ക്ലിയർ ലൈൻ ഓഫ് അതോറിറ്റി ഓർഗനൈസേഷനിൽ വേണം, എങ്കിലാണ് സബോർഡിനേറ്റിന് ആരാണ് തനിക്ക് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്നത്, ആരുടെ അടുത്താണ് താൻ അക്കൗണ്ടബിൾ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഡെലിഗേഷൻ. ഫസ്റ്റ് വൺ, ഡെലിഗേഷൻ ലീഡ്സ് ടു ക്വിക്ക് ഡിസിഷൻസ്. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, കാരണം സബോർഡിനേറ്റിൻ്റെ കയ്യിൽ കുറച്ച് അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റീൻ്റെ ഉള്ളിൽ വരുന്ന തീരുമാനങ്ങൾ സബോർഡിനേറ്റിന് തന്നെ എടുക്കാനായിട്ട് സാധിക്കും. സെക്കൻഡ് വൺ, ഇറ്റ് റെഡ്യൂസസ് ദി ബേർഡൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഓഫ് സുപ്പീരിയറിൻ്റെ റെസ്പോൺസിബിലിറ്റി കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, ഡെലിഗേഷൻ ഹെൽപ്സ് ടു ഇംപ്രൂവ് ദി മോട്ടിവേഷൻ ആൻഡ് മൊറൈൽ ഓഫ് സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സിന് പവർ കിട്ടുമ്പോൾ അത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടിവേറ്റ് ചെയ്യും, അതുപോലെ തന്നെ അവരുടെ മൊറാലിറ്റിയും അതിലൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഡെലിഗേഷൻ ഫെസിലിറ്റേറ്റ്സ് ട്രെയിനിങ് ഓഫ് സബോർഡിനേറ്റ്സിന് ഇങ്ങനെ ഡിസിഷൻസ് എടുക്കാനോ ഒരു അതോറിറ്റി യൂസ് ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഇതിലൂടെ കിട്ടും. നെക്സ്റ്റ്, ഡെലിഗേഷൻ ക്രിയേറ്റ്സ് എ ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നമുക്കറിയാം ഡെലിഗേഷനിൽ സ്കെയിലാർചെയിൻ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട്. സോ അവിടെ സബോർഡിനേറ്റും സുപ്പീരിയറും തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും അതോറിറ്റീസും ഒക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ അവിടെ നല്ലൊരു ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടെന്ന് പറയാം. ലാസ്റ്റ് വൺ, ഇറ്റ് സെക്യൂർസ് ബെറ്റർ കോർഡിനേഷൻ ഓഫ് എൻ്റർപ്രൈസ് ആക്ടിവിറ്റീസ്. ആ ഓർഗനൈസേഷൻ്റെ എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യാൻ ഡെലിഗേഷനിലൂടെ സാധിക്കും.